എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. Super Absorbent Hobbies Diaper. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിച്ചെന്ന പരാതിയുമായി പൊതുപ്രവർത്തകൻ രംഗത്ത്. നിലമ്പൂർ ഇടിവണ്ണ സ്വദേശി ബൈജു ആൻഡ്രൂസാണ് 2020 അകമ്പാടം വനം സ്റ്റേഷനിൽ ക്രൂര മർദ്ദനത്തിന് ഇരയായെന്ന പരാതിയുമായി രംഗത്ത് വന്നത്. കപ്പകൃഷി നടത്തുകയായിരുന്ന ബൈജുവിൻ്റെ കൂടെ കപ്പകൃഷി നടത്തുകയായിരുന്ന ആളെ മാൻവേട്ടയിൽ അറസ്റ്റ് ചെയ്തപ്പോൾ വിവരമറിയാൻ പോയ ബൈജുവിനെ വനം വകുപ്പിൻ്റെ ജീപ്പിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയി അകമ്പാടം വനം സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ബൈജു ആൻഡ്രൂസ് പരാതിയിൽ പറയുന്നത്. തലയ്ക്കുൾപ്പെടെ ക്രൂര മർദ്ദനമാണ് ഏറ്റത്. അന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ 2-3 പേര് കൂടി ഞങ്ങൾ കുറച്ച് കപ്പകൃഷി ചെയ്തിരുന്നു. അപ്പോൾ കപ്പകൃഷി വനാതിർത്തിയിലായിരുന്നു ചെയ്തിരുന്നത്. എന്നും മൃഗശല്യവും ആനശല്യവും പന്നിശല്യവും മയിലിൻ്റെ ശല്യവും എല്ലാം കുരങ്ങിൻ്റെ ശല്യവും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും പടക്കം പൊട്ടിച്ച് ഇതുങ്ങളെയൊക്കെ ഓടിക്കാന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ എൻ്റെ സുഹൃത്ത് അന്ന് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിനെ ഇവർ ഫോറസ്റ്റുകാർ ഒരു നായാട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പം ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് വണ്ടിയിൽ സുഹൃത്തിനെയും കയറ്റി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എന്താണെന്ന് അന്വേഷിച്ചപ്പം ഫോറസ്റ്റ് വണ്ടി അങ്ങോട്ട് പടന്നു പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് എന്താണെന്ന് ഇവരെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഈ ഫോറസ്റ്റ് വണ്ടി തിരിച്ചു വന്ന് എന്നെ കൈ കാണിച്ച് നിർത്തി. അന്നുണ്ടായിരുന്ന എൻ്റെ ഫോറസ്റ്റർ സജീവൻ സാറ് വൈകി നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ബൈക്കിന് വരാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോകാമെന്ന് പറഞ്ഞ് എന്നെ കയറ്റിക്കൊണ്ട് പോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിലേക്ക് കയറുന്ന ആ സമയത്ത് തന്നെ ഫോൺ തരാൻ പറഞ്ഞു. അപ്പോൾ ഫോൺ ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം അവിടെ നിന്നിരുന്ന അബ്ബാസ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ വെറ്റിലപ്പാറ പോകുന്ന വഴിക്കുള്ള അരിക്കോട് സ്വദേശിയാണ്. അയാൾ എന്നെ കോളറിനെ പിടിച്ചിട്ട് എൻ്റെ ചെവിക്കിന് നോക്കി 2 അടി. വലിയ ഗുണ്ടയാണോടാന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇയാളെ അടിച്ചു. അടിച്ചതുകൂടി അവിടെ ഒരു പോലീസുകാരുണ്ടായിരുന്നു, ജയേഷ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഫോറസ്റ്റുകാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് എയർ ക്യാമ്പിൽ നിന്ന് ജയേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ. അന്ന് അയാൾ തലയ്ക്ക് മുട്ടടിച്ച് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അയാളെ എനിക്ക് മാത്രമേ എനിക്ക് പരിചയത്തുള്ളൂ. ബാക്കി ആൾക്കാരെയൊക്കെ എനിക്ക് നല്ല പരിചയമുള്ളൂ. ഞാൻ ഏത് സമയത്തൊന്നും സ്റ്റേഷനിൽ കയറി ചെല്ലുകയും ഇവിടെയുള്ള ജനങ്ങളുടെ എന്തെങ്കിലും കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ സംസാരിക്കാൻ എന്നും ചെന്ന് അവിടുത്തെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എന്നെ അറിയുകയും ഞാൻ അവിടെ സ്ഥിരമായിട്ട് അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇവര് ഒരു 3-4 പേര് കൂടി ജയേഷ് അടിച്ചു. ജയേഷ് എന്ന് പറഞ്ഞ പോലീസുകാരനാണ് എന്നെ കണ്ടമാനം അടിച്ചത്. പിന്നെ ഒരു റിയാസ് എന്ന് പറഞ്ഞിട്ടൊരു മൂത്തളങ്കാരൻ ഒരു മിലിഞ്ഞിട്ടൊരു ഒരു ഗാർഡാണ് അയാളും അങ്ങനെ വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്. അവൻ ഭയങ്കരമായിട്ട് എൻ്റെ മരക്കഷ്ണമൊക്കെ എടുത്ത് എൻ്റെ പുറത്ത് കൂടെ അടിക്കുകയും അവിടെ എന്നെ അകത്തെ മുറിയും കൊണ്ട് കട്ടിലേക്ക് ഒരു തള്ളിയിട്ട് പുറത്ത് കയറി ഈ ജയേഷൻ്റെ പുറത്ത് മുട്ടുകാൽ വെച്ചിട്ട് ഒരുപാട് കുത്തിക്കുന്നു. മുട്ടുകാലിന് എൻ്റെ പുറത്തിടിക്കുകയും എന്നെ എഴുന്നേപ്പിച്ച് നിർത്തി എൻ്റെ 2 സൈഡിൽ വാരിലിന് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ എന്നെ അടിക്കുന്നത്, നിങ്ങൾ എന്നെ അടിച്ചതിൻ്റെ കാര്യം പറഞ്ഞിട്ട് അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്താണ് സാറേ ഞാൻ നിങ്ങളോട് ചെയ്തിട്ട് എന്താണ് വിഷയം പറയൂ, വിഷയമൊക്കെ നിനക്ക് ഞങ്ങൾ പറഞ്ഞിടാം, നിന്നെ ഞങ്ങൾ ശരിയാക്കിയിട്ടേ ഉള്ളൂ, നിന്നെ ഞങ്ങൾ കൊല്ലൂടാന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലംകാരനൊരു ഒരു വോളിബോൾ കളിക്കുന്ന ഒരുത്തുണ്ടായിരുന്നു, ഒരു ഗാർഡ്. അവനും ഭയങ്കരമായിട്ട് ഇവര് 4-5 പേര് കൂടി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചു നേരത്തേക്ക് കണ്ണൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയും തലയ്ക്കൊക്കെ ഭയങ്കര മരപ്പ് തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളമൊന്നും എനിക്ക് തരികടാ നമുക്ക് പറഞ്ഞു. വളരെ ചീത്തയും ഭയങ്കര മോശമായ രീതിയിൽ ഭയങ്കര ചീത്തയൊക്കെ വിളിച്ച് എന്നെ കട്ടിലിന്റെ ഞാനിപ്പോൾ കട്ടിലേക്ക് കിടന്നപ്പോൾ എന്നെ കട്ടിലിൽ നിന്ന് വലിച്ചതായി എടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നിന്റെ സുഹൃത്തോടെ കിടക്കുന്നുണ്ടാ, അവനുണ്ട് പണി, അവനിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും. കുറെ നേരം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള മുതിർന്ന 1-2 സ്റ്റാഫുകൾ വന്നിട്ട് മറ്റവരെയൊക്കെ പിടിച്ചു മാറ്റി. അപ്പോൾ എനിക്ക് അന്നേരം മറ്റേ ആൾ കൊണ്ട് കുറച്ച് വെള്ളം തന്നു. കോവിഡ് കാലമായതിനാൽ മജിസ്ട്രേറ്റ് ഓൺലൈനിലൂടെയാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. മർദ്ദിച്ചിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. ഭയം മൂലം ഇല്ലെന്നാണ് മറുപടി നൽകിയത്. മർദ്ദിച്ചതായി മൊഴി നൽകിയാൽ ഇനിയും ക്രൂരമർദ്ദനമുണ്ടാകുമെന്ന് വനപാലകർ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയതിനാലാണ് അങ്ങനെ പറഞ്ഞതെന്നും
ബൈജു പറയുന്നു. എന്നോട് പറഞ്ഞു, ഇവിടെ പോകുമ്പോൾ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ ഡോക്ടറെ അടുത്തോ മിഷൻ്റെ അടുത്തോ ഞങ്ങൾ നിന്നെ ഉപയോഗിച്ച കാര്യം പറഞ്ഞെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക, പിന്നെ ഇന്ന് ഞങ്ങൾ എന്നെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകില്ല, ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇന്ന് രാത്രി ഇവിടെ തന്നെ പരിപാടി തീർക്കൂടാന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയോണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കുന്നംകുളത്തെ സംഭവങ്ങളും ബീച്ചിലെ മർദ്ദന കേസും ഒക്കെ വന്നപ്പം ഞാനന്ന് നമ്മുടെ എനിക്ക് ഏറ്റവും ഉപദ്രവങ്ങൾക്കൊക്കെ ഇവരും ഈ ഇത്രയും എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരും പിന്നെ ഒക്കെ ഒരു സംഘം ചേർന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് വനപാലകർക്ക് ഇങ്ങനെ ഒരു മനുഷ്യ ഞാൻ പൊതുവായിട്ടുള്ള രംഗങ്ങളിലെല്ലാം ഇവിടെ പിന്നെ പല കാര്യങ്ങളും ഇടപെടുന്ന ആളായതുകൊണ്ടൊക്കെ അങ്ങനെ ഒരു ആളെ എന്നെ മാത്രമല്ല ഇത് എനിക്കങ്ങനെ കിട്ടിയത് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അനുഭവം ഉണ്ടാവും എന്നുള്ള ചിന്ത കൊണ്ട് ആണ് ഞാൻ ഈ അഭിമുഖം നേടാൻ തയ്യാറായത്. ഭീഷണി ഇവരുടെയൊക്കെ ഒരു പേടിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാളും ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനും അതുപോലെ വനം വകുപ്പ് മന്ത്രിക്കും ചീഫ് കൺസർവേറ്റർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ മേലടിക്ക് പരാതി കൊടുക്കാനുള്ള ഒരു നിലപാടാണിപ്പോൾ. മർദ്ദനത്തിൽ തന്റെ ബോധം പോയി, തന്നെ അവർ കൊല്ലുമോ എന്ന ആശങ്കയുമുണ്ടായിരുന്നു. കുന്നുംകുളത്തെ പോലീസ് മർദ്ദനം പുറത്തു വന്നപ്പോഴാണ് ഇത് പൊതുസമൂഹത്തോട് പറയണമെന്ന് തീരുമാനിച്ചത്. വനം മന്ത്രി, മുഖ്യമന്ത്രി, ഉന്നത വനപാലകർ എന്നിവർക്ക് പരാതി നൽകുമെന്നും ബൈജു ആൻഡ്രൂസ് പറഞ്ഞു. എ+ വിഷൻ, ചാലിയാർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈവരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.